Properties of determinants use ചെയ്തുകൊണ്ടുള്ള കുറേം കൂടെ ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു അതിന്റെ കണ്ടിന്യൂഷൻ അതേപോലെ കുറച്ചെണ്ണം കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം prove that determinant b plus c a a b c plus a b c c a plus b equal to 4abc എന്ന് തെളിയിക്കണം. ഇത് ഡയറക്റ്റ് എക്സ്പാൻഷനിലുള്ള യൂസിങ് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ഒരു റോയിലോ അല്ലെങ്കിൽ ഒരു കോളത്തിലോ മാക്സിമം നമ്പർ ഓഫ് സീറോസ് ഉണ്ടാക്കാൻ എന്താ വഴി നോക്കാം. ഇപ്പൊ ഇവിടെ സീറോ ആക്കണമെന്നുണ്ടെങ്കിൽ ബി ഇതിൽ നിന്ന് മൈനസ് ആവണം, സിയും മൈനസ് ആവണം. അപ്പൊ നമുക്ക് LHS ഒരു റൂൾ അപ്ലൈ ചെയ്യാവുന്നത് R1 ചേഞ്ചസ് ടു R1 മൈനസ് R2. അപ്പൊ ബി പോവും, സി മാത്രം ബാക്കി വരും. ഇനി സിയും കൂടെ പോയിട്ട് അവിടെ സീറോ വരണമെങ്കിലോ മൈനസ് R3 എടുത്താൽ മതി. ഈ മൂന്ന് ഓപ്പറേഷൻസ് ഒരേ സമയം ചെയ്യാം, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്ലേസിൽ സീറോ കിട്ടും, പക്ഷെ വേറൊരു പ്ലേസിൽ ഇവിടെ സീറോ വരില്ല. ഇനി ഇതിന് പകരം നമുക്ക് ഇവിടെ വേണമെങ്കിൽ സീറോ കൊണ്ടുവരാം. എങ്ങനെയാണ്? ഈ രണ്ട് എലമെന്റ്സ് സെയിം അല്ലേ? അപ്പൊ വേറൊരു മെത്തേഡ്, ഇത് ചെയ്യുന്നതിന് പകരം വേറൊരു മെത്തേഡ് C2-നെ C2 മൈനസ് C3 എന്ന് കൊടുത്താൽ നമുക്ക് ഇവിടെ സീറോ കിട്ടും. പക്ഷെ അങ്ങനെ ചെയ്താലും ഒരു സീറോ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഏത് രീതിയിൽ നോക്കിയാലും നമുക്ക് ഇവിടെ ഒരു പ്ലേസിലെ സീറോ കിട്ടാൻ മാർഗമുള്ളൂ. ഒന്നിച്ച് ആഡ് ചെയ്താലോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണം തമ്മിൽ സബ്ട്രാക്ട് ചെയ്താലോ ഒന്നും ഒരെണ്ണത്തിൽ കൂടുതൽ സീറോസ് ഇവിടെ കിട്ടുന്നില്ല. സോ ഏതെങ്കിലും ഒരു മെത്തേഡിൽ ചെയ്യാം. ഒന്നുകിൽ ഇതെടുക്കാം അല്ലെങ്കിൽ ഇതെടുക്കാം. തൽക്കാലം ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്യാണ്. സോ നമുക്ക് ഈ പ്ലേസിൽ സീറോ വരുത്താം. അപ്പൊ R1-നെ R1 മൈനസ് R2 മൈനസ് R3 എടുക്കുന്നു. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് എലിമെന്റ്? B പ്ലസ് സി മൈനസ് ബി മൈനസ് സി. അപ്പോൾ ബിയും പ്ലസും മൈനസും വരും, സിയും പ്ലസും മൈനസും വരും. ദാറ്റ് ടേം ബിക്കംസ് സീറോ. ഇനി ഇതിന് കറസ്പോണ്ടിങ് ഇവിടെ എന്താ വരിക നോക്കാം. എ മൈനസ് ഓഫ് സി പ്ലസ് എ മൈനസ് സി വരും. ഇതാണ് ഇവിടെ വരേണ്ട എലമെന്റ്. എ മൈനസ് സി പ്ലസ് എ മൈനസ് സി. അപ്പൊ എന്താ കിട്ടാൻ നോക്കാം. എയും മൈനസ് എയും, ഇത് മൈനസ് എ ആവും, അത് ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് മൈനസ് സി മൈനസ് സി, ഓർ ഇറ്റ് ഈസ് മൈനസ് 2c. ഇനി ഈ പ്ലേസിൽ നോക്കാം. എ മൈനസ് ബി മൈനസ് ഓഫ് എ പ്ലസ് ബി, എ മൈനസ് ബി മൈനസ് ഓഫ് എ പ്ലസ് ബി. അപ്പൊ ഏതാ ക്യാൻസൽ ആവുന്നത്? എയും മൈനസ് എയും ക്യാൻസൽ ആവും. മൈനസ് ബിയും എന്തായി? മൈനസ് 2b എന്ന് കിട്ടി. ബാക്കി രണ്ട് റോസ് അതേപോലെ ബി സി പ്ലസ് എ ബി സി സി എ പ്ലസ് ബി. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോം ഇതാണ്. ഇതിലിപ്പോ ഒരു സീറോയെ കിട്ടാൻ മാർഗമുള്ളൂ, വേറെ ഒരു സ്ഥലത്തും സീറോ കിട്ടാൻ നമുക്ക് തൽക്കാലം മാർഗമില്ല. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ എക്സ്പാൻഡ് ചെയ്യാം. നൗ എക്സ്പാൻഡിങ് അലോങ് ദ ഫസ്റ്റ് കോളം. ഫസ്റ്റ് കോളം ബേസ് ചെയ്ത് ചെയ്യാം, ഫസ്റ്റ് റോ ബേസ് ചെയ്തിട്ടും ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് റോ ബേസ് ചെയ്തിട്ട് ചെയ്യാന്നാല് അപ്പൊ എന്താ കിട്ടുക? ഫസ്റ്റ് കോളം ബേസ് ചെയ്ത് ചെയ്താലും ആൻസർ എഴുതാൻ പറ്റും. ഫസ്റ്റ് റോ ബേസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എലമെന്റ് 0 ഇൻറ്റു എന്ന് വരും. അതുകൊണ്ട് അതിനെ ഇനി എഴുതേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ടേം എന്താണ്? അടുത്ത ടേം വരുന്നത് മൈനസ് 2c-നെ ബേസ് ചെയ്തിട്ടല്ലേ. മൈനസ് 2c എന്ന് പറയുന്ന എലമെന്റ് എവിടെയാണ് കിടക്കുന്നത്? ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. സോ മൈനസ് 1⁻³ വരും. അതുകൊണ്ട് അടുത്ത ചിഹ്നം മൈനസ് ആണ്. പിന്നെ എലമെന്റ് എന്താ? മൈനസ് 2c. ഇനി വേണ്ടത് എന്താ? മൈനസ് 2c ഉൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കുക. ബാക്കി നാലെണ്ണം. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ബിയും സിയും പിന്നെ ബിയും എ പ്ലസ് ബിയും. ഇതാണ് ബാക്കിയുള്ളത്. ഇനി അടുത്തത് ഇതാണ്. ഈ എലമെന്റ് കിടക്കുന്നത് ഫസ്റ്റ് റോ തേർഡ് കോളത്തിൽ. ഇപ്പൊ മൈനസ് 1⁻⁴ വരും. ഇറ്റ് ഈസ് പ്ലസ് ആണ് വരിക. പിന്നെ എലമെന്റ് എന്താ? മൈനസ് 2b. ഇനി മൈനസ് 2b ഉള്ള റോ കോളം ഒഴിവാക്കി ബാക്കി നാലെണ്ണം. ഈ നാലെണ്ണാണ് വരിക. ബി സി പ്ലസ് എ സി സി. Now this is equal to minus of minus 2c plus 2c into ഈ ഡിറ്റർമിനന്റ് വാല്യൂറ്റ് ആണ്. അപ്പോൾ b into a plus b, that is ba plus b square minus c into b, that is minus cb. ഇനി ഇവിടെ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 2b ഇൻറ്റു bc മൈനസ് c ഇൻറ്റു c പ്ലസ് a, that is മൈനസ് c സ്ക്വയർ മൈനസ് ac. ഇനി നമുക്ക് ആ ബ്രാക്കറ്റ് കളയാം. അപ്പം എന്താ കിട്ടുക? 2abc, ഇത് ഇത്രയും കൂടെ ചേർന്നു, പ്ലസ് 2cb സ്ക്വയർ മൈനസ് 2c square b.
ഈ 2c ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു. അതുപോലെ -2b ഉള്ളിലേക്ക് എടുത്താൽ -2b²c പ്ലസ് 2bc² മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2abc. ഇനി ഇതിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. പ്ലസ് 2cb², ഇവിടെ -2cb², അപ്പോൾ ഈ രണ്ട് ടേംസും പോയി. -2c²b, ഇവിടെ പ്ലസ് 2c², ഇത് രണ്ടും പോയി. ബാക്കിയുള്ള എന്താ 2abc പ്ലസ് 2abc that is equal to 4abc equal to RHS. ഇതാണ് അതിൻ്റെ പ്രൂഫ്. പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിലെങ്കിലും പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണതേ ഉള്ളൂ. എല്ലാ ദിക്കിലും നമുക്ക് കുറേ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഒരു സ്റ്റെപ്പിലെങ്കിലും പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ മതി. ഇതേ ചോദ്യം നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഈ ഒരു റൂളിന് പകരം ഇവിടെ നമുക്ക് 0 വരുത്തിക്കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ 0 വരുത്തിക്കൊണ്ട് ചെയ്യാം. അപ്പോൾ കോളംസ് തമ്മിൽ, ഈ രണ്ട് കോളംസ് തമ്മിൽ മൈനസ് ചെയ്താലും ഇതേപോലെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഇതാണ്. If x, y, z are different, അതായത് അതിൻ്റെ വാല്യൂസ് ഈക്വൽ അല്ല, they are different and delta equal to determinant first column x, y, z, second x², y² z², third column 1 plus x³ 1 plus y³ 1 plus z³ equal to 0, then show that 1 plus xyz equal to 0. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, പലതവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താ, എക്സും വൈയും സെറ്റും ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. അതുപോലെ ഡെൽറ്റയുടെ വാല്യൂ 0 ആണ്, അതായത് ഈ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് 1 plus xyz equal to 0 ആയിരിക്കും എന്ന് തെളിയിക്കണം. So we are given that delta equal to 0. എന്താ അതിൻ്റെ അർത്ഥം? ഡെൽറ്റ ഈക്വൽ ടു 0 എന്നുണ്ടെങ്കിൽ ദസ് ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഡിറ്റർമിനന്റിൽ നിങ്ങൾ നോക്കുക, തേർഡ് കോളം രണ്ട് ടേംസിൻ്റെ സമ്മാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട്, രണ്ട് ടേമിൻ്റെ സമ്മായിട്ട് ആ കോളം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിറ്റർമിനന്റിനെ രണ്ട് ഡിറ്റർമിനന്റിന്റെ സമ്മായിട്ട് എഴുതാം. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതി നോക്കാം. എക്സ് വൈ സെറ്റ് x² y² z², ഇതിൽ നിന്ന് ഫസ്റ്റ് എലമെന്റ്സ് മാത്രം എടുക്കുക, ദാറ്റ് ഈസ് 1 1 1 പ്ലസ് അടുത്തത് ഫസ്റ്റ് കോളം എക്സ് വൈ സെറ്റ്, സെക്കൻഡ് x² y² z², തേർഡ് ഇതിലത്തെ സെക്കൻഡ് എലമെന്റ്സിനെ എടുക്കണം, ദാറ്റ് ഈസ് x³ y³ z³ ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. ഡെൽറ്റ ഈക്വൽ ടു 0 മീൻസ് ദിസ് ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0. ഇനി ഇതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം, നമുക്ക് പറയാനും എഴുതാനൊക്കെ എളുപ്പത്തിൽ. നമുക്ക് ആദ്യം തന്നെ ഈ രണ്ട് കോളംസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പം എന്താ കിട്ടുക? നമുക്കറിയാം രണ്ട് കോളംസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്താൽ ദ സൈൻ ഓഫ് ദ ഡിറ്റർമിനന്റ് ചേഞ്ചസ്. അപ്പം എന്ത് വരും? ഒരു മൈനസ് സൈൻ ഇവിടെ വരും. 1 1 1 ഫസ്റ്റിലേക്ക് വന്നു, x² y² z² മാറ്റമില്ല, അത് സെക്കൻഡ് കോളായിട്ട് തന്നെ നിൽക്കുന്നു. എക്സ് വൈ സെറ്റ് തേർഡ് കോളായിട്ട് മാറി. ഇനി ഇതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നോക്കാം. ഇതിൽ കോമൺ ഫാക്ടർ ഉണ്ട്, ഫസ്റ്റ് റോയിൽ എക്സ് ഉണ്ട്, സെക്കൻഡ് റോയിൽ വൈ, തേർഡ് റോയിൽ സെറ്റ്. അപ്പോൾ ഓരോ റോയിൽ നിന്നും ആ കോമൺ ഫാക്ടേഴ്സ് ആയിട്ടുള്ള എക്സും വൈയും സെറ്റും പുറത്തേക്ക് എടുത്തു. എക്സ് വന്നാൽ ഫസ്റ്റ് റോ എന്തായി? 1 x x² ആയി. ഇതിൽ നിന്ന് വൈ പുറത്തേക്ക് വന്നാൽ 1 y y². അതുപോലെ സെറ്റ് വന്നാൽ 1 z z² ഈക്വൽ ടു 0 എന്നായി നമ്മുടെ എക്സ്പ്രഷൻ. നമ്മൾ എഴുതി പോകുന്നത് ഡെൽറ്റ ഈക്വൽ ടു 0-നെയാണ്. ഇനി ഇവിടെ ഇതിൽ നമുക്ക് ഇപ്പോൾ 1 1 1 ഇവിടെയും ഫസ്റ്റ് കോളാണ്, ഇവിടെയും ഫസ്റ്റ് കോളാണ്. നമുക്ക് ഇതേപോലെ ഇതിനൊന്ന് ആക്കിക്കൂടെ? അതിനെന്ത് ചെയ്താൽ മതി? ഈ രണ്ട് കോളംസ് തമ്മിൽ ഒന്നും കൂടെ ഇന്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പം എന്താ ഉണ്ടാവുക? ഒരു മൈനസ് സൈനും കൂടെ പുറത്തേക്ക് വരും. ഓൾറെഡി ഒരു മൈനസ് ഉണ്ട് ഇവിടുത്തെ ഇന്റർചേഞ്ച് കഴിഞ്ഞപ്പോൾ, ഒരു മൈനസ് കൂടെ വന്നു കഴിഞ്ഞാലോ ഈ ടേം പോസിറ്റീവ് ആവും. സോ അഗെയിൻ ഇന്റർചേഞ്ചിങ് ദീസ് ടു കോളംസ്, 1 1 1 ഫസ്റ്റ് കോളം, എക്സ് വൈ സെറ്റ് സെക്കൻഡ് ആവും,
x square y square z square തേർഡ് കോളായിട്ട് മാറും. പ്ലസ് എക്സ് വൈ സെഡ് ഇൻറ്റു ഇതിന് മാറ്റില്ല, ഇത് നമ്മൾ അതേപോലെ തന്നെ എഴുതാണ്. എക്സ് വൈ സെഡ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്? ഈ കിട്ടിയ ഡിറ്റർമിനന്റ് പോലെ ഇതിനെ ആക്കിയിട്ട് മാറ്റി. അപ്പോൾ രണ്ടിലും നോക്കുക, ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഖ്യയാണ്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിൽ ഒരു കോമൺ ഫാക്ടർ വന്ന പോലെ, ഇതൊരു സംഖ്യയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെയുണ്ട്, ഇത് ഇവിടെയുണ്ട്. സോ ദിസ് ഇസ് എ കോമൺ ഫാക്ടർ ഇൻ ബോത്ത് ദീസ് ടേംസ്. അപ്പോൾ അങ്ങനെ നമുക്ക് കോമൺ ഫാക്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാൻ പോകുന്നതാണ് ആ കോമൺ ഫാക്ടറിനെ പുറത്തേക്ക് എടുക്കാൻ പോവാം. എന്താണ് കോമൺ ഫാക്ടർ? ഡിറ്റർമിനന്റ് 1 1 1 എക്സ് വൈ സെഡ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ, അതാണ് ഈ രണ്ടിലുള്ള കോമൺ ഫാക്ടർ. അത് പുറത്തെടുത്താൽ ഒന്നാമത്തെ ടേമിൽ ബാക്കി 1 ആണുള്ളത്. സോ 1 പ്ലസ് രണ്ടാമത്തേൽ ബാക്കി എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്ന ഈക്വേഷൻ നമ്മൾ എഴുതി പോകുന്ന ഡെൽറ്റ ഈക്വൽ ടു 0 തന്നെയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഡിറ്റർമിനന്റിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അത് നമ്മൾ മുന്നേ ചെയ്ത പ്രോബ്ലത്തിൻ്റെ പോലെയാണ്. അതിനെ നമുക്ക് എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യാൻ നമുക്കറിയാം. ഫസ്റ്റ് കോളത്തിൽ 1 1 1 ആണ്. അപ്പോൾ ഈ പ്ലേസും 0 ആക്കിയാൽ മതി. ഈ പ്ലേസ് 0 ആക്കണമെങ്കിൽ R2നെ ചേഞ്ച് ചെയ്യണം. ഈ പ്ലേസ് 0 ആക്കണമെങ്കിൽ R3നെയും ചേഞ്ച് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ നമുക്ക് ആ റൂൾ അപ്ലൈ ചെയ്യാം. R2 ചേഞ്ചസ് ടു R2 മൈനസ് R1. 1 മൈനസ് 1 അവിടെ 0 വരും. അതേപോലെ നമുക്ക് R3നെ മാറ്റാം. R3 മൈനസ് R2 എഴുതാൻ പാടില്ല, R1 എഴുതാൻ പാടുള്ളൂ. ഇനി ഇതും കൂടെ ചെയ്താൽ ഇവിടെ എന്താ കിട്ടുക? 1x x സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി. 1 മൈനസ് 1 0, y മൈനസ് എക്സ്, ഇവിടെ എന്തായി? y സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതുപോലെ R3നെ ചേഞ്ച് ചെയ്താൽ 1 മൈനസ് 1 0, z മൈനസ് എക്സ്, z സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്നായിട്ട് മാറി. ഈക്വൽ ടു 0 മറന്നുകൊണ്ട നമ്മൾ ഡെൽറ്റ ഈക്വൽ ടു 0യിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഫസ്റ്റ് കോളത്തിൽ 1 ആണുള്ളത്, 1 0 0 ആണ്. അപ്പോൾ ഈ കോളം ബേസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. 1 ഇൻറ്റു ഇത്രയും ഭാഗത്തിൻ്റെ ഡിറ്റർമിനന്റ് വരും. ഇതാണ് ആ ഡിറ്റർമിനന്റ് അല്ലേ? സോ ഡിറ്റർമിനന്റ് ഓഫ് y മൈനസ് എക്സ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ z മൈനസ് എക്സ് z സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്നായിട്ട് മാറും. ഇനി നോക്കുക, y മൈനസ് എക്സ്, ഇതിലും y മൈനസ് എക്സ് ഉണ്ട്. ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ അതിലൊരെണ്ണം y മൈനസ് എക്സ് ആണ്. അതുപോലെ ഇവിടെയും കോമൺ ഫാക്ടർ ഉണ്ട്. നമുക്ക് ആ രണ്ട് കോമൺ ഫാക്ടേഴ്സിനെ പുറത്തെടുക്കാം. സോ y മൈനസ് എക്സ് പുറത്തെടുത്തു ഫസ്റ്റ് റോയിൽ നിന്ന്. സെക്കൻഡിൽ നിന്ന് z മൈനസ് എക്സും പുറത്തേക്ക് വരികയാണ്. ഒന്നാമത്തിൽ നിന്ന് y മൈനസ് എക്സ് പുറത്തേക്ക് വന്നാൽ ബാക്കി 1ഉം ഇവിടെ ബാക്കിയുള്ള എന്താണ്? y പ്ലസ് എക്സ്. z മൈനസ് എക്സ് രണ്ടാമത്തെ റോയിൽ നിന്ന് വന്നാൽ 1ഉം z പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ആ ഡിറ്റർമിനന്റിന്റെ ഇവാലുവേഷനും കൂടെ ചെയ്യാം. നമുക്ക് കാണിക്കേണ്ടത് 1 പ്ലസ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്നാണ്. അത് അവിടെ നിൽക്കണം. സോ അതും കൂടി ഇവാലുവേറ്റ് ചെയ്താൽ y മൈനസ് എക്സ് ഇൻറ്റു z മൈനസ് എക്സ് ഇൻറ്റു ഇനി ഈ ഡിറ്റർമിനന്റ് 1 ഇൻറ്റു z പ്ലസ് എക്സ് ഈസ് z പ്ലസ് എക്സ് മൈനസ് 1 ഇൻറ്റു y പ്ലസ് എക്സ് ഈസ് y പ്ലസ് എക്സ്. മൈനസ് ഓഫ് y പ്ലസ് എക്സ് വരുന്നുണ്ട്, ഞാനതിനെ മൈനസ് y മൈനസ് എക്സ്. ഇനി ഏതാ ബാക്കിയുള്ളത്? ഇൻറ്റു 1 പ്ലസ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ടേം എന്താ വരിക നോക്കാം. ഇവിടെ പ്ലസ് എക്സും മൈനസ് എക്സും കട്ട് ചെയ്യും. ബാക്കിയുള്ളത് z മൈനസ് y ആണ്. ഇതാണ് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ. നമ്മൾ മാക്സിമം സിംപ്ലിഫൈ ചെയ്തു. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് 1 പ്ലസ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 ആണെന്ന് പറയാൻ പറ്റുക? നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? എക്സും വൈയും സെറ്റും ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഫറെൻ്റ് ആണെങ്കിൽ y മൈനസ് എക്സ് 0 ആവോ? ഇത് രണ്ട് സംഖ്യയല്ലേ? അപ്പോൾ y മൈനസ് എക്സ് 0 ആവില്ല, z മൈനസ് എക്സ് 0 ആവില്ല, അതുപോലെ z മൈനസ് വൈയും 0 അല്ല. അപ്പോൾ പിന്നെ ഈ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഏത് 0 ആവണം? 1 പ്ലസ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 ആവണം. സോ നമുക്ക് ഇങ്ങനെ എഴുതാം. This implies 1 plus xy z equal to 0. Since, what is the reason? Y minus x not equal to 0, z minus x not equal to 0, and z minus y not equal to
0. ഇനി അതെന്തുകൊണ്ടാണ് നോട്ട് ഈക്വൽ ടു 0 ആവുന്നത്? എക്സും വൈയും സെറ്റും ഡിഫറെൻ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 1 + XYZ = 0 അപ്പോൾ തന്ന കണ്ടീഷൻസ് യൂസ് ചെയ്യണം. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഡിറ്റർമിനൻ്റ് ഇവാലുവേഷനും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണിത്. അടുത്ത ചോദ്യം ഇതാണ്. ഡിറ്റർമിനൻ്റ് 1 + A 1 1 1 1 + B 1 1 1 1 + C = ABC ഇൻറ്റു ബ്രാക്കറ്റിൽ 1 + 1/A + 1/B + 1/C. ഇതിന് ഈക്വൽ ആണ് ഈ റിസൾട്ട്. നോക്കുക, ABC ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുത്താൽ കിട്ടുന്ന എക്സ്പ്രഷനാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഷോ ദാറ്റ് ഒന്നുകിൽ ഇങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. ഇനി ഇത് ചെയ്യാൻ നമുക്ക് LHS നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആൻസറിൽ ഇങ്ങനെ ഒരു ടേം ഉണ്ട്. പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ 1/A 1/B ആ തരത്തിലുള്ള ടേംസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ആദ്യത്തെ പണി നമുക്ക് അങ്ങനെയുള്ള ടേംസിന് ഇവിടെ ഉണ്ടാക്കണം. എന്നാലേ ഇങ്ങനെ ഒരു ടേമിനെ നമുക്ക് കിട്ടുള്ളൂ ആൻസറിലേക്ക്, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് റോയിൽ നിന്നും A പുറത്തെടുക്കുക. അപ്പോൾ അവിടെ നോക്കുമ്പോൾ A കാണുന്നില്ല, പിന്നെ എങ്ങനെ A പുറത്തെടുക്കാന്നാവും. ബട്ട് 1 ക്യാൻ ബി കൺസിഡർഡ് ആസ് A/A. അപ്പോൾ ഇതും A/A ആണ്, ഇതും A/A ആണ്. ഈ 1ഉം A/A ആണ്. അപ്പോൾ ഇനി A പുറത്തെടുത്തൂടെ? ബാക്കി എന്താ കിട്ടുക? A/Aയിൽ നിന്ന് A പുറത്ത് വന്നാൽ ബാക്കി അതിൽ 1/A കിട്ടും. പ്ലസ് Aയിൽ നിന്ന് A പുറത്ത് എഴുതിയാൽ 1. സോ 1 + Aയിൽ നിന്ന് A പുറത്തെടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 1/A + 1 കിട്ടും. ഇനി ഈ 1ൽ നിന്ന് A പുറത്തെടുത്തു, ബാക്കി എന്താ ഉള്ളത്? 1/A. ഇതിലും 1/A. ഇതേപോലെ രണ്ടാമത്തെ റോയിൽ നിന്ന് നമ്മൾ B പുറത്തെടുക്കുന്നു. സോ വാട്ട് ആർ ദ റിമൈനിങ് ടേംസ്? 1/B 1/B + 1 1/B. മൂന്നാമത്തെ റോയിൽ നിന്നും C പുറത്തെടുക്കുക, ബാക്കിയുള്ളത് 1/C 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 + 1. ഇപ്പം നമ്മൾ 1/A 1/B അങ്ങനെയുള്ള ടേംസ് എല്ലാം നമ്മൾ ഉണ്ടാക്കി ആൻസർ നോക്കിയിട്ടാണ് നമ്മൾ ഈ പണിയെടുത്തത്. ഇനി നോക്കുക, അടുത്ത പണി എന്താ? 1 + 1/A + 1/B + 1/C എന്നൊരു ടേം കിട്ടണം. ആ ടേം കിട്ടാൻ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഈ 3 ടേംസ് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ 3 ടേംസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ തമ്മിൽ ആഡ് ചെയ്താലേ ഇത് 3 കൂടെ ഒന്നിച്ച് കിട്ടുള്ളൂ. സോ വാട്ട് ഈസ് ദ റൂൾ? ദ റൂൾ ഈസ് R1 ചേഞ്ചസ് ടു R1 + R2 + R3. ആൻസറിലെ ഈ ടേം നോക്കി അത് കിട്ടാൻ എന്താ മാർഗം നോക്കുക, അതാണ് ഇവിടുത്തെ റൂള്. അപ്പം ഞാൻ ഇനി ബാക്കിയുള്ളത് എഴുതാം. ABC ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഇവ തമ്മിൽ ആഡ് ചെയ്യുന്നു. സോ 1/A + 1 + 1/B + 1/C ഇതെല്ലാം കൂടെ കൂട്ടി. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് എലമെൻറ്റ്. ഇനി ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് കിട്ടാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ അങ്ങ് കൂട്ടി തന്നാൽ മതി. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കൂട്ടുക. അപ്പം എന്താ കിട്ടുക? 1/A + 1/B + 1 + 1/C. ഇതാണ് ഈ സ്ഥാനത്ത് വരിക. ഇനി മൂന്നാമത്തെ സ്ഥാനത്ത് എന്താ വരാൻ പോകുന്നത്? 1/A + 1/B + 1/C + 1. ഇതാണ് നമുക്ക് R1 ചേഞ്ചസ് ടു R1 + R2 + R3 അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്റ്റെപ്പ്. ഇനി ബാക്കി 2 റോസ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. 1/B 1/B + 1 1/B 1/C 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 + 1. ഇപ്പോൾ ഒരു റൂൾ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി നോക്കൂ, നമുക്ക് ആൻസറിൽ കാണുന്ന ഈ ടേം ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് എ കോമൺ ഫാക്ടർ ഇൻ ദ ഫസ്റ്റ് റോ. സോ വി ക്യാൻ ടേക്ക് ദാറ്റ് ടേം ഔട്ട്സൈഡ്. ആൻസറിലേക്ക് എത്താൻ നമുക്ക് ആ ടേമിനെ പുറത്തെടുക്കാം. അപ്പം ഇനി എന്താ കിട്ടാൻ നോക്കാം? ABC ഇൻറ്റു 1 + 1/A + 1/B + 1/C. ഈ ടേം അത് തന്നെയാണ്, ഇതും അത് തന്നെയാണ്, ഇതും അത് തന്നെയാണ്. നമ്മളതിനെ ഓർഡർ മാറ്റിയിട്ട് എഴുതിയതേ ഉള്ളൂ. എങ്ങനെയാണോ ചോദ്യത്തിലുള്ള അതേ ഓർഡറിൽ എഴുതിയതേ ഉള്ളൂ. ഇത് കുറേ സംഖ്യകളുടെ സമ്മാണ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്കതിനെ എഴുതാം. ഇനി അത് പുറത്ത് വന്നാൽ ബാക്കി എന്തൊക്കെയാണുള്ളത്? ആ പ്ലേസിൽ 1 1 1 ആവും, അല്ലേ? ഇനി രണ്ടാമത്തെ പ്ലേസിലോ 1/B 1/B + 1 1/B. ഇവിടെ 1/C 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 + 1. ബാക്കി 2 റോസ് നമ്മൾ അതേപടി റിപ്പീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആൻസർ കിട്ടേണ്ടത് ഇതാണ്. ഇതവിടെ നിൽക്കട്ടെ. ഇനി എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്? ABC ഇൻറ്റു 1 + 1/A + 1/B + 1/C ഇൻറ്റു ഇനി എന്ത് ചെയ്യണം?
ഇനി നമുക്ക് ഇതാ ഫസ്റ്റ് റോയിൽ 3 1 ആണ്. അപ്പൊ ഇതിൽ ഒരു 1 അവിടെ നിർത്തി ഈ 2 1 0 ആക്കാലോ. അതിനെന്താ മാർഗം? ഈ 1 0 ആണെങ്കിൽ C2 ചേഞ്ച് ചെയ്യണം, ഇത് 0 ആണെങ്കിൽ C3യും ചേഞ്ച് ചെയ്യണം. ഒക്കെ നേരത്തെ വന്ന പോലത്തെയാണ്. എന്തായിരിക്കും റൂള്? C2 - C1 കൊടുക്കുക, ഇവിടെ C3 - C1 കൊടുക്കുക. ഈ 2 റൂളും നമുക്ക് ഒന്നിച്ച് കൊടുക്കാം. ബിക്കോസ് നമ്മൾ മാറ്റുന്നത് C1 എന്ന മാറാത്ത കോളത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നോക്കാം, ഫസ്റ്റ് കോളത്തിന് മാറ്റില്ല. 1 1/b 1/c അങ്ങനെ തന്നെ എഴുതി. അടുത്തത് 1 - 1 0 വരും. അടുത്തത് 1/b + 1 - 1/b. അപ്പൊ 1/b പോകും, ബാക്കി അതിലുള്ളത് 1. അടുത്തതോ 1/c - 1/c, അവിടെ 0. ഇനി C3 - C1 കൊടുക്കുക. 1 - 1 0, 1/b - 1/b 0. അടുത്തത് 1/c + 1 - 1/c, that is 1. Now let us evaluate using the first row. ABC into 1 + 1/a + 1/b + 1/c into 1 into determinant 1 0 0 1. 1 into ആയതുകൊണ്ടാണ് ഞാൻ എഴുതാഞ്ഞത്. -1 ഈവൻ പവർ ആണ്. Now what is the value of this determinant? 1 - 0, or it is 1 itself. So this is equal to ABC into 1 + 1/a + 1/b + 1/c into 1 എഴുതാം, which is equal to RS. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ? എങ്ങനെയാണ് ഇങ്ങനത്തെ ടേംസ് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ കൺസ്ട്രക്ട് ചെയ്തത്, അതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. Now let us take one more question. അത് എക്സസൈസ് എന്നുള്ളൊരു ചോദ്യമാണ്. Prove that determinant b + c, q + r, y + z, c + a, r + p, z + x, a + b, p + q, x + y equal to 2 times determinant APX BQY CRZ. ഇവിടെ ആൻസർ റൈറ്റ് സൈഡിലും ഒരു ഡിറ്റർമിനന്റ് തന്നെയാണ്. ഈ ഡിറ്റർമിനന്റ് ട്വൈസ് ആണ് റൈറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ ക്ലിയർ ആണ്, നമുക്ക് LHS തന്നെ തുടങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ഡിറ്റർമിനന്റിൽ ടേംസ് കുറവാണ് റൈറ്റ് സൈഡിൽ. അപ്പോൾ പിന്നെ ഇവ തമ്മിൽ ആഡ് ചെയ്താലൊന്നും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇവിടെ എല്ലാ റോസും അല്ലെങ്കിൽ എല്ലാ കോളംസും ഒന്നിൽ കൂടുതൽ ടേംസിന്റെ സമ്മാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു റോ അല്ലെങ്കിൽ ഒരു കോളം 2ഓ അതിലധികമോ ടേംസിന്റെ സമ്മാണെങ്കിൽ നമുക്ക് ഇതിനെ 2ഓ അതിലധികമോ ഡിറ്റർമിനൻസിന്റെ സമ്മായിട്ട് എഴുതാം. പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു. സോ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഈ പരുവത്തിലാക്കി കൊണ്ടുവരണം. അപ്പോൾ ഇത് ഒന്നിച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാ റോസും അല്ലെങ്കിൽ എല്ലാ കോളംസും ഒന്നിച്ച് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ചെയ്യാൻ പറ്റൂ? ഓരോ റോ ബേസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ആൻസറിലേക്ക് വരണം. അപ്പം ഞാനിവിടെ ഫസ്റ്റ് റോ ബേസ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ബി, സെക്കൻഡ് എലമെന്റ് ക്യൂ, അതായത് ഫസ്റ്റ് റോയിലെ ഇതിലത്തെ ഫസ്റ്റ് പാർട്ട്, രണ്ടാമത്തേൽ അതിന് കണക്കായിട്ട് വരുന്നത് വൈ. ബി ക്യൂ വൈ ഫസ്റ്റ് പാർട്ട് മാത്രം എടുത്തു. സെക്കൻഡ് ആൻഡ് തേർഡ് റോസ് ഞാൻ അതേപോലെ എഴുതാണ്. അതായത് ഞാൻ ഇതിനെ രണ്ടാക്കാൻ പോവാ ബേസ്ഡ് ഓൺ ഫസ്റ്റ് റോ. എ + ബി, പി + ക്യൂ, എക്സ് + വൈ പ്ലസ് ഏതായിരിക്കും അടുത്ത ഡിറ്റർമിനന്റ്? ഫസ്റ്റ് റോയിലെ സെക്കൻഡ് പാർട്ടുകൾ എടുക്കുക. ദാറ്റ് ഈസ് സി ആർ സെറ്റ്, സി + എ, ആർ + പി, സെറ്റ് + എക്സ്, എ + ബി, പി + ക്യൂ, എക്സ് + വൈ. അപ്പം നമ്മൾ ഫസ്റ്റ് റോ ബേസ് ചെയ്തിട്ട് തന്ന LHSനെ 2 ഡിറ്റർമിനൻസിന്റെ സമ്മായിട്ട് എഴുതി. 2 അല്ല, ഇനിതാ സെക്കൻഡ് റോ കിടക്കുന്നു. അപ്പൊ ഈ 2 എണ്ണത്തിൽ ഇതിനെ മാത്രം നോക്കായിരുന്നു. ഇതിനെ വീണ്ടും 2 ആക്കുക. എങ്ങനെ? ബേസ്ഡ് ഓൺ സെക്കൻഡ് റോ. സോ വാട്ട് ആർ ദ 2 ഡിറ്റർമിനൻസ് ബേസ്ഡ് ഓൺ ദിസ് സ്റ്റെപ്പ്? എന്തൊക്കെയാ വരിക? ബി ക്യൂ വൈ. ഇതിലത്തെ ഫസ്റ്റ് പാർട്സ് മാത്രം എടുക്കുക. സി ആർ സെറ്റ്. തേർഡ് റോ മാറ്റണ്ട, ഒന്നിച്ച് നമുക്ക് മാറ്റാൻ പറ്റില്ല. എ + ബി, പി + ക്യൂ, എക്സ് + വൈ പ്ലസ് ഇതിന്റെ രണ്ടാമത്തെ മെട്രിക്സ്. ഇതിനെയാണ് ഇപ്പൊ 2 ആക്കുന്നത്. അപ്പൊ ഇതിനെ 2 ആക്കും, ഇതിനെ 2 ആക്കും. അപ്പൊ 2 2 4 മെട്രിക്സാണ് വരാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. ബി ക്യൂ വൈ. രണ്ടാമത്തെ എലമെന്റ്സ് മാത്രം എടുക്കാം. എന്തൊക്കെയാണ്? എ പി എക്സ്. ദെൻ തേർഡ് മാറ്റുന്നില്ല. എ + ബി, പി + ക്യൂ, എക്സ് + വൈ.
അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ആദ്യത്തതിനെ വീണ്ടും രണ്ടാക്കി ബേസ്ഡ് ഓൺ സെക്കൻഡ് റോ. ഇനി ഇതേപോലെ ഇതിനെ നമുക്ക് രണ്ടാക്കണം ബേസ്ഡ് ഓൺ സെക്കൻഡ് റോ തന്നെ. അപ്പോൾ എന്താ കിട്ടുക? CR സെറ്റ് ഇതിലത്തെ ഫസ്റ്റ് എലമെന്റ്സ് CR സെറ്റ്, then A plus B, P plus Q, X plus Y പ്ലസ് ഇതിൻ്റെ രണ്ടാമത്തത് CR സെറ്റ് ഇതിലത്തെ സെക്കൻഡ് പാർട്സ് മാത്രം എടുക്കുക APX, തേർഡ് റോ മാറ്റുന്നില്ല, അതേപോലെ A plus B, P plus Q, X plus Y. ഇതിനെ രണ്ടാക്കി ഇതിനെ രണ്ടാക്കി ബേസ്ഡ് ഓൺ സെക്കൻഡ് റോ. ഇനി നമുക്ക് ഇതിനെ വീണ്ടും രണ്ടാക്കാം. എങ്ങനെ? തേർഡ് റോ ബേസ് ചെയ്തിട്ട്. അപ്പോൾ വീണ്ടും ഇതേ പണി തന്നെയാണ്, സ്പ്ലിറ്റിങ് തന്നെയാണ് ചെയ്തുകൊണ്ട് പോകുന്നത്. എത്രത്തോളം സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ ചെയ്യുന്നു. സോ അതിൽ ആദ്യത്തെ ടേം ഇത് നോക്കുക, BQY CR സെറ്റ് ഇതിലത്തെ ഫസ്റ്റ് പാർട്സ് മാത്രം എടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? APX പ്ലസ് ഇതിൻ്റെ രണ്ടാമത്തത് BQY CR സെറ്റ് സെക്കൻഡ് എലമെന്റ്സ് മാത്രം എടുക്കുക BQY. ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി അടുത്തത് ഇതിനെ രണ്ടാക്കുമ്പോൾ എന്താ കിട്ടുക? BQY APX ഇതിലത്തെ ഫസ്റ്റ് പാർട്ട് ദാറ്റ് ഈസ് അഗൈൻ APX പ്ലസ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് BQY APX സെക്കൻഡ് എലമെന്റ്സ് എന്താ? BQY അഗൈൻ BQY തന്നെ. അപ്പം ഇതിൻ്റെ പണിയും കഴിഞ്ഞു. ഇനി അടുത്തത് ഇതാണ്. ഇതിനെ നമ്മൾ ചെയ്യണ്ട, കാരണം എന്താ? ഇവിടെ ഓൾറെഡി രണ്ട് റോസ് ഐഡന്റിക്കൽ ആയി കഴിഞ്ഞു. സോ ദിസ് ടേം ബിക്കംസ് 0. അത് ഓൾറെഡി പോയി കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റിനെ മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റ് ടേം എന്താ? ഇതിനെ വീണ്ടും രണ്ടാക്കണം. അപ്പം എന്താ കിട്ടാൻ നോക്കാം. CR സെറ്റ് APX ഇതിലത്തെ ഫസ്റ്റ് പാർട്ട് ദാറ്റ് ഈസ് അഗൈൻ APX പ്ലസ് ഡിറ്റർമിനന്റ് CR സെറ്റ് APX ഇവിടുത്തെ രണ്ടാമത്തെ എലമെന്റ് BQY. ഇത്രയാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഒരു ടേം ക്യാൻസലായി, ബാക്കിയുള്ളതിനൊക്കെ രണ്ടാക്കിയിട്ട് മാറ്റി. അപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയ ടേംസ്. ഇനി ഇത് 0 അല്ല, ഇവിടെ BQY എന്ന റോ 2 വട്ടം റിപ്പീറ്റ് ചെയ്തു. സോ ഇത് 0 ആണ്. ഇവിടെ APX റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇത് 0. ഇവിടെയോ BQY ഫസ്റ്റിലും തേർഡിലും വന്നു, അതുകൊണ്ട് അതും 0. ഇവിടെ APX റിപ്പീറ്റ് ചെയ്തു, അതും 0. ഈ രണ്ട് ഡിറ്റർമിനൻ്റേ ബാക്കിയുള്ളൂ. ഇനി നമുക്ക് എങ്ങനെ ആൻസർ വേണ്ടതെന്ന് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ APX ആണ് മുകളിൽ കിടക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ APXും BQYയും പരസ്പരം മാറ്റാം. അപ്പം എന്താണ്ടാവുക? ഒരു മൈനസ് സൈൻ വരും. APX ഫസ്റ്റിലേക്ക് പോയി, സെക്കൻഡ് CR സെറ്റ് തന്നെ എഴുതി, BQYനെ താഴേക്ക് ഫസ്റ്റും തേർഡും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്തു. സോ ഒരു ഇന്റർചേഞ്ചിന് ഒരു മൈനസ് സൈൻ. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ നമുക്ക് APX മേലെ കിട്ടണ്ടേ, അപ്പോൾ ഇവ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പം എന്താ കിട്ടുക? എഗൈൻ ഒരു മൈനസ് സൈൻ വന്നു. APX CR സെറ്റ് BQY. ഇപ്പൊ APX മേലെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത എന്ത് വേണം? BQY രണ്ടാമതും CR സെറ്റ് താഴെയും വരണം. അത് ഇതിലും അതേപോലെ വരണം. ശരിയല്ലേ? അപ്പോൾ ഇതിലും ഒരു ഇന്റർചേഞ്ച്, ഇതിലും ഒരു ഇന്റർചേഞ്ച്, അങ്ങനെയാകുമ്പോൾ എന്താ ഉണ്ടാവുക? ഓരോ മൈനസ് സൈൻ കൂടെ വരും. അപ്പോൾ ഈ ടേമും പോസിറ്റീവ് ആവും. സോ ദ റിസൾട്ട് ഈസ്, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് APX ഇവിടെ ഒരു ഇന്റർചേഞ്ചും കൂടെ വരുന്നു. BQY CR സെറ്റ് രണ്ട് മൈനസ് വരുന്നതുകൊണ്ട് ഈ ടേം പോസിറ്റീവായിട്ട് എഴുതി. അതുപോലെ ഇതിലും ചെയ്യാം. അപ്പോൾ ഡിറ്റർമിനന്റ് ഇവിടെ APX CR സെറ്റ് അല്ല, ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഏതാ വരിക? BQY വരും, CR സെറ്റ് വരും. അപ്പോൾ 2 ടൈംസ് ആ മെട്രിക്സ് ആയില്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു ട്വൈസ് ഡിറ്റർമിനന്റ് APX BQY CR സെറ്റ് equal to what? Equal to our answers. ഇതാണ് സ്പ്ലിറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്തുന്ന രീതി.